ആശ്വസിപ്പിക്കലാണ് ഈ സൂറത്ത്. വല്ലുഹ പകല്, വല്ലൈലി രാത്രി. ഈ രാവും പകലൊക്കെ അങ്ങനെ മാറി മറിഞ്ഞു വരുന്നത് പോലെ നബിയെ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ മാറി മറിഞ്ഞു വരും. കുറച്ച് ദിവസത്തേക്ക് വഹി നിലച്ചപ്പോഴത്തേക്ക് നിങ്ങളാകെ അങ്ങനെ സങ്കടപ്പെടരുത് എന്നർത്ഥം. മനസ്സിലായോ? വലാ ഹുസനുൻ യദുമു വലാ സുറൂറു വലാ ബുസുൻ അലൈക വലാ റഖാഉ വലാ ഹുസനുൻ യദുമു വലാ സുറൂറു വലാ ബുസുൻ അലൈക വലാ റഖാഉ. ഒരിക്കലും നിലനിൽക്കുന്ന സന്തോഷങ്ങളില്ല, ഒരിക്കലും നിലനിൽക്കുന്ന ദുഃഖങ്ങളുമില്ല. അതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞു വരുമെന്ന തിരിച്ചറിവുണ്ടാവണം. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരാള് കഠിനമായൊരു ദുഃഖത്തിലാണ്, അയാളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന എന്തോ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അയാൾക്ക് ആലോചിക്കാവുന്ന ഒരു വാക്കുണ്ടല്ലോ, അപ്പോൾ അയാൾക്ക് ചിന്തിക്കാവുന്നൊരു വാക്കുണ്ടല്ലോ. എന്നതുപോലെ ഒരാളാകെ ദുഃഖിച്ചിരിക്കാൻ, ആ ദുഃഖിച്ച് സന്തോഷത്തിലാണ്. സന്തോഷിക്കുകയാണെങ്കിലും പരിധി വിട്ട് സന്തോഷിക്കേണ്ട. ആ സമയത്തും അയാൾക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമുണ്ടല്ലോ. ഒരു വാക്ക്, ഒരു സെന്റൻസ്, അത് ദുഃഖിച്ചിരിക്കുന്ന ഒരാൾ അയാളോട് ആ സെന്റൻസ് പറഞ്ഞാൽ അയാളുടെ ദുഃഖം ഒരു പരിധിവരെ മാറിക്കിട്ടും. എന്നാൽ ആ വാക്ക് ഒരു സന്തോഷിക്കുന്ന ഒരാളോട് പറഞ്ഞാൽ അയാളുടെ സന്തോഷം തൽക്കാലം പരിധി വിട്ട് പോകൂല. ഏതാണ് ആ വാക്ക്? ഈ സമയവും കടന്നു പോകും, ഈ സമയവും കടന്നു പോകും. സന്തോഷത്തോടിരിക്കുന്ന ഒരാളോട് അയാൾ സന്തോഷത്തിന്റെ ആ ലഹരിയിൽ അങ്ങ് അലിഞ്ഞു ചേർന്ന് പരിധി വിട്ട സന്തോഷ പ്രകടനത്തിന് തയ്യാറാകുമ്പോൾ ആ സമയവും കടന്നു പോകുമെന്ന് പറയുമ്പോൾ അയാളുടെ സന്തോഷത്തിന് പരിധി വിടാൻ കഴിയൂല. ദുഃഖിച്ചിരിക്കുന്ന ഒരാളോട് ആ സമയം കഴിഞ്ഞു പോകും, ഈ സമയം കഴിഞ്ഞു പോകുന്നു അയാൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അയാൾ ചിന്തിക്കുമ്പോൾ അയാളുടെ ദുഃഖത്തിന് ഒരു പരിധി കിട്ടും, ആശ്വാസം കിട്ടും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഏതായാലും ജീവിതമാകുമ്പോൾ വെള്ളം പോലെയാണ്. ചിലപ്പോൾ ഒന്ന് കലങ്ങും, കലങ്ങിയാൽ അതങ്ങോട്ട് തെളിയുകയും ചെയ്യും. വെള്ളം കലങ്ങിയാൽ എക്കാലവും കലങ്ങി നിൽക്കുവോ? ഇല്ല. തെളിഞ്ഞിരിക്കുന്ന വെള്ളം എല്ലാ കാലവും തെളിഞ്ഞിരിക്കുവോ? ഇല്ല. ഐഷ് അങ്ങനെയാണ്. അൽ ഐഷു യഹ്ലു താറതൻ വയുമർരിറു കൽമാഇ യസ്ഫു താറതൻ വയുകദ്ദിറു والأنس عندي اليوم عندك في غدي واليسر عندك عند غيرك تعسر كالشمس يغلبها الظلام فتختفي والليل يقهره النهار فيقهر. നമ്മൾ ഈ രാവും പകലും ഒക്കെ നമുക്ക് വലിയ പാടാണല്ലോ. അൽ ഐഷു ജീവിതമെന്നത് യഹ്ലു താറത്തൻ, ചിലപ്പോൾ നല്ല മധുരമായിരിക്കും. വയുമർരിറു എന്നാൽ ആ മധുരം എപ്പോഴും നിലനിൽക്കുമെന്ന് വിചാരിക്കണ്ട. ചിലപ്പോൾ അതെന്തായി മാറും? അത് കയ്പായി മാറും. കൽമാഇ യസ്ഫു താറത്തൻ വയുകദ്ദിറു. വെള്ളം പോലെ കണ്ടിട്ടില്ലയോ നിങ്ങൾ വെള്ളത്തെ? യസ്ഫു താറത്തൻ, ചിലപ്പോൾ അത് നന്നായി തെളിഞ്ഞിരിക്കും. വയുകദ്ദിറു, ചിലപ്പോൾ അത് കലങ്ങുകയും ചെയ്യും. വൽഉൻസു ഇൻദിൽ യൗമ ഇൻദക ഫീ ഗദി വൽയുസ്റു ഇൻദക ഇൻദ ഗൈരിക തഅസുറു. ഇന്ന് സന്തോഷം എനിക്കാണെങ്കിൽ ഒരു പക്ഷേ നാളെ സന്തോഷം നിന്റെ അടുക്കലായിരിക്കും. ഇന്ന് ഞാനാണ് ദുഃഖിക്കുന്നതെങ്കിൽ നാളെ ഞാൻ സന്തോഷിക്കുകയും നീ ദുഃഖിക്കുകയും ചെയ്യും. അപ്പൊ ഒരു പകൽ വരുമ്പോഴത്തേക്ക് ഇനി ഒരിക്കലും രാത്രി ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ മനസ്സിലാവണില്ലേ? ഒരു പകൽ വരുമ്പോഴത്തേക്ക് ഇതാ സൂര്യൻ കത്തിജ്വലിച്ചിരിക്കുന്നു, ഇനി ഒരു രാവുണ്ടാവില്ല എന്ന് വിചാരിക്കണ്ട. ഒരു രാവ് വരുമ്പോഴത്തേക്ക് ഇമ്മാതിരി കൂരിരുട്ടിന് മറികടക്കാൻ ഇനി ഒരു പകൽ വരില്ല എന്നും വിചാരിക്കണ്ട. കശംസി യഗ്ലിബുഹു അൽ-ലലാമു ഫതഖ്തഫി വൽ-ലൈലു യഖ്ഹറുഹു അൻ-നഹാറു ഫയുഖ്ഹറു. കശംസി, സൂര്യനെ പോലെ, യഗ്ലിബുഹു അൽ-ലലാം,
ഇരുള്ള സൂര്യനെ മറക്കുകയാണ്. ഫതഖ്തഫി, അങ്ങനെയും കത്തിജ്വലിച്ച സൂര്യനെ അപ്പോൾ കാണുന്നില്ലല്ലോ. നമ്മൾ വിചാരിക്കും ഈ നിലയിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ അതിനെ കവർ ചെയ്യാൻ ഇനി ഒരു രാത്രി കൊണ്ടും കഴിയൂലേ? കഴിയും. അതുപോലെ വല്ലൈലി യഖ്ഹറുഹുൻ നഹാറു ഫയുഖ്ഹറു, രാത്രിയുടെ കൂരിട്ട് കണ്ടിട്ട് നീ വിചാരിക്കണ്ട ഈ ഇരുളൊന്നും അകന്നു പോകൂല, ഇനി എന്നെന്നും ഇരുളാകുമെന്ന് വിചാരിക്കേണ്ട, അതെല്ലാം മാറി മറയും. യൗമൻ തലീനു ലനാ വയൗമൻ തക്സിറു ലാ ശൈഅ ഫീഹാ ദായിമു വമുഖല്ലദു സുബ്ഹാന മൻ ലാ യാ ഫതാ യതഗയ്യറു. ഇതെല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നിരാശ വേണ്ട എന്നർത്ഥം ഈ സൂറത്ത് പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. എന്നൊക്കെ ഇപ്പോ എന്തെങ്കിലും സങ്കടം വരുമ്പോഴത്തേക്ക് ഒരു കഷ്ണം കയറിൽ ജീവനൊടുക്കാൻ പോലും ആളുകൾ തയ്യാറാകുന്ന അവസ്ഥ പലപ്പോഴായി നമ്മൾ കണ്ടുവരികയാണ്. ഈ അടുത്തല്ലേ ഇപ്പൊ 1-ാം ക്ലാസ്സിലുള്ളൊരു കുട്ടി പറഞ്ഞില്ലേ, 1-ാം ക്ലാസ്സിലുള്ള കുട്ടി തൂങ്ങി മരിച്ചു. യാ അല്ലാഹ്, ആരെ തോൽപ്പിക്കാൻ? നമ്മൾ സ്വന്തം മരിക്കുന്നതിലൂടെ തോറ്റുപോകുന്ന സത്യത്തിൽ നമ്മളാണ്. ഉമ്മാനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞൂടാ, മക്കളോടൊന്നും പറഞ്ഞൂടാ. വയനാട് ജില്ലയിലെ ഒരു കുടുംബം ബാപ്പിയമ്മീൻ്റെ അടുത്ത് വന്നു, വീട്ടിൽ വന്നു. എന്നിട്ട് മകൾക്ക് ഒരുത്തനോട് അങ്ങേയറ്റത്തെ പ്രേമാണെന്ന് പറഞ്ഞു. പക്ഷെ ഉസ്താദെ, അവൻ 20 വയസ്സേ ആയിട്ടുള്ളൂ. മകൾക്കിപ്പോൾ 23 വയസ്സ് കഴിഞ്ഞു, 24-ാം വയസ്സാണ്. ആ ചെറുക്കന് 20 വയസ്സേ ആയിട്ടുള്ളൂ. പല തവണ അവളോട് ഒഴിവാക്കാൻ പറഞ്ഞു. പക്ഷെ അവള് പറയണത്, ആയിക്കോട്ടെ ഞാൻ ഒഴിവാക്കാം, പിന്നെ എന്നോട് കല്യാണം കഴിക്കാൻ നിങ്ങള് പറയരുത്, ഞാൻ എന്ത് ചെയ്യൂല, കല്യാണം കഴിക്കൂല. എനിക്ക് എന്റെ ഭർത്താവായിട്ട് ആണൊരുത്തൻ ഉണ്ടാവുകയാണെങ്കിൽ മതി. അവരുടെ വീട്ടുകാരോട് പറഞ്ഞപ്പോ അവരുടെ വീട്ടുകാർ പറഞ്ഞു, ഇപ്പം എന്തായാലും കല്യാണം കഴിപ്പിക്കൂല, അവൻ പഠിച്ച് ഒരു നല്ല ലെവലിലെത്തി ഒരു ജോലിയൊക്കെ ആയാലേ കല്യാണം കഴിക്കുള്ളൂ. അതുവരെ അവളെ കാത്തിരുന്നിട്ട് എന്താ മക്കളെ ഭാവിയല്ലേ, അല്ലെങ്കിൽ തന്നെ മൂത്തോളെ കെട്ടിച്ചിട്ട് സത്യം പറയുകയാണെങ്കിൽ ഇപ്പം സ്വന്തം വീട്ടിൽ തന്നെ ഉള്ളത് കുട്ടിയും അവളും. ഒഴിവാക്കിയിട്ടുണ്ടോന്ന് വെച്ചാൽ ഒഴിവാക്കിയിട്ടൊന്നുമില്ല, പക്ഷെ ഭർത്താവ് ഉള്ളതും ഇല്ലാത്തതും തുല്യ. ഓളും ഇവളോട് കുറെ പറഞ്ഞു കൊടുത്തു, മോളെ ഇപ്പം നിനക്കത് തിരിയൂല, കുറച്ച് കഴിയുമ്പോഴാണ് അതിന്റെ പ്രയാസം നിനക്ക് മനസ്സിലാവുക. നീ മൂത്തവര് പറയുന്ന വാപ്പിയമ്മയൊക്കെ പറയുന്ന കേൾക്ക്, എന്ത് പറഞ്ഞാലും ഓള്. എന്നിട്ടൊരു വാക്കിനോട് മീ വാപ്പിയും പറഞ്ഞു, പിന്നെ ഉസ്താദേ ഇന്നത്തെ കാലല്ലേ, വല്ലാതൊന്നും പറയാൻ വയ്യ, എന്താ മക്കള് ചെയ്യാന്ന് അറിയൂല. അവര് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടേ എന്ന് പറഞ്ഞാൽ ജീവൻ ഒടുക്കുമെന്നുള്ള പേടി. അള്ളാഹു കാക്കട്ടെ. ഈമാന്റെ കമ്മിയാണ് അതിലേക്കൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്നത്. ഞാനായിട്ട് മരിച്ചിട്ടെങ്കിലും ഇത് ആഹാരം തോൽപ്പിക്കാനോ അമ്മാനും ബാപ്പാനും തോൽപ്പിക്കാനോ, ഈ മക്കളെ നല്ല ഭാവിക്ക് വേണ്ടി രാവും പകലും ചോര നീരാക്കുന്ന കഷ്ടപ്പെടുന്ന ഈ ഉമ്മാനും ബാപ്പാനും തോൽപ്പിക്കാൻ വേണ്ടി ഒരു കഷ്ണം കയറിൽ മക്കൾ ജീവനൊടുക്കുക എന്ന് പറഞ്ഞാൽ യാ അല്ലാ, എത്രമേൽ അബദ്ധാണ്. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. മനക്കരുത്തിന്റെ കമ്മിയും പ്രയാസങ്ങൾ സഹിക്കാനുള്ള കഴിവില്ലായ്മയുമൊക്കെ പലപ്പോഴും ഇതിലേക്ക് എത്തുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, അതിനൊക്കെ ഏറ്റവും നല്ല പരിഹാരം ഈമാൻ കൽബിലേക്ക് കൂട്ടലാണ്, ഈമാൻ കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യലാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള മജ്ലിസോ ഇങ്ങനെയുള്ള ദിക്റോ ഈമാൻ കൂട്ടുന്ന കാര്യങ്ങളോ അതിലൊന്നും നമ്മളെ മക്കളെന്താക്കൂല, പങ്കാളികളാക്കൂല. അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുകയോ അവരെ അതിന് പ്രേരിപ്പിക്കുകയോ അങ്ങനെയുള്ള മജ്ലിസിൽ അവരെ പങ്കെടുപ്പിക്കുകയോ ഒന്നും ചെയ്യൂല. ഇത് നമുക്ക് മാത്രമുള്ളതാന്ന് വിചാരിക്കരുത്. മക്കൾക്ക് ഈമാൻ ഇല്ലാതെ പോയാൽ അവരുടെ അവസ്ഥ തന്നെ അവതാളത്തിലാകുമെന്ന് മാത്രമല്ല, വരുന്ന തലമുറയുടെ അവസ്ഥയും
ആകെ അവതാളത്തിലായി പോകും. അള്ളാഹു നമ്മളെ മക്കൾക്കും കുടുംബത്തിനൊക്കെ ശക്തി പകരട്ടെ, അള്ളാഹു റാഹത്ത് നൽകട്ടെ. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പാഠതാണ് മുത്തുനബിയോട് അള്ളാഹു പറയുകയാണ്, നബിയെ ടെൻഷൻ വേണ്ട, അള്ളാഹു ഒഴിവാക്കി എന്ന് വിചാരിക്കണ്ട. രാവും പകലും കണ്ടില്ലേ മാറി മറിഞ്ഞു വരുന്നത്, അതുപോലെ നബിയെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി മറിഞ്ഞു വരും, ഐശ്വര്യവും ദാരിദ്ര്യവും മാറി മറിഞ്ഞു വരും. അല്ലാതെ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിങ്ങളെ റബ്ബ് നിങ്ങളെ കൈവിട്ടതോ നിങ്ങളോട് ദേഷ്യപ്പെടുകയോ ചെയ്തതല്ല. എന്തിനാണ് ഈ ദുനിയാവിന്റെ വിഷയത്തിൽ ഒരു സങ്കടം? വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, ഈ ദുനിയാവിനേക്കാളൊക്കെ എത്രയോ നിങ്ങൾക്ക് ഖൈർ ആഖിറമല്ലയോ. അല്ലാഹു നമുക്ക് ആഖിറം ഖൈറാക്കി തരട്ടെ. നമ്മളെല്ലാവരും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ, നമ്മൾ അല്ലാഹു വിജയികളിൽ പെടുത്തട്ടെ. നമ്മളെല്ലാ കാര്യത്തിലും അല്ലാഹു വലിയ ബറക്കത്ത് ചൊരിയട്ടെ. മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇനി അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അല്ലാഹു ഇതെല്ലാം ആഖിറത്തിലേക്ക് ഒരു മുതൽക്കൂട്ട്